പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കവിതയിലേക്ക് വരികയാണ്. നമ്മൾ കവിയെക്കുറിച്ചും എന്താണ് തുള്ളൽ പ്രസ്ഥാനം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം എന്നുള്ള ആ തുള്ളൽ കൃതിയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ രുക്മിണിയുടെ സ്വയംവരമാണ്, വിവാഹമാണല്ലേ. അന്നൊക്കെ എന്താണ് സ്വയം വരിക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവിടെ രുക്മിണി ആരാണ്? വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകൻ്റെ പുത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 5 മക്കൾ അല്ലേ. ഭീഷ്മകന് 5 മക്കൾ: രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി. ഇങ്ങനെ 5 പുത്രന്മാരും രുക്മിണി എന്നൊരു പുത്രിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ കേട്ട് വളർന്ന രുക്മിണി ശ്രീകൃഷ്ണനിൽ അനുരക്തയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നാൾ നാരദ മഹർഷി കുണ്ഡിന രാജധാനി സന്ദർശിക്കുകയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ രുക്മിണിയുടെ വിവാഹ കാര്യത്തെക്കുറിച്ചും അവർ തമ്മിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോഴാണ് ശ്രീകൃഷ്ണനാണ് അവൾക്ക് പറ്റിയ വരൻ എന്ന് നാരദൻ പറയുന്നത്. എന്നാൽ സഹോദരനായ രുക്മിക്ക് ശ്രീകൃഷ്ണനെ വെറുപ്പായിരുന്നു. അപ്പോൾ തൻ്റെ സുഹൃത്തും ചേതി രാജാവുമായ ശിശുപാലന് അവളെ വിവാഹം കഴിച്ച് നൽകണമെന്നായിരുന്നു രുക്മിയുടെ ആഗ്രഹം. അപ്പോൾ സഹോദരിക്ക് പറ്റിയ വരനെ കണ്ടെത്താൻ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ രുക്മി തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗത്ത് ഉള്ളത്. ഇനി നമുക്ക് കവിത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്: കുണ്ഠിനവാസികൾ ബോധിക്കണം, പെണ്ണിന് 10 വയസ്സു തികഞ്ഞു. മണ്ണിൽ പല ഗുണമുള്ളൊരു പുരുഷന് മന്മകളെ പ്രതിപാദിക്കണം. ജാതിശ്രേഷ്ഠത മുമ്പിൽ വരേണം, ജാതി ഗുണങ്ങൾ ഇണങ്ങിയിടേണം. ശില്പവിധങ്ങളിൽ നിപുണത വേണം, കൽപ്പന തങ്കലുറപ്പും വേണം. കണ്ടാൽ നല്ലൊരു രൂപഗുണം പുനരുണ്ടായി വരിക വിശേഷാവശ്യം. ധനസമ്പത്തും ഗുണസമ്പത്തും ജനസമ്പത്തും ജയസമ്പത്തും. കനിവേറിയിടിന ശാസ്ത്രജ്ഞാനവും അനുപമമായുധ വിദ്യാവിധവും. കനിവും കാന്തിയും അതിസരസത്വവും ഇനിയും പല ഗുണം ഉണ്ടായി വരേണം. കീർത്തികൾ വേണം, കുശലത വേണം, പൂർത്തികൾ വേണം, പൂജ്യത വേണം. ശത്രുജനത്തെ അമർപ്പാനുള്ളൊരു ശക്തി വിശേഷിച്ചുണ്ടായി വരണം. ഇങ്ങനെയാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ കുണ്ഡിനവാസികളെ അല്ലേ, അപ്പോൾ ഭീഷ്മക രാജാവ് പറയുകയാണ്: കുണ്ഡിനവാസികളായിട്ടുള്ള ജനങ്ങളെ നിങ്ങൾ അറിയണം, എൻ്റെ മകൾക്ക് 10 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. പിന്നെയോ പല ഗുണങ്ങളുള്ള ഒരു പുരുഷന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം. മണ്ണിൽ പല ഗുണമുള്ളൊരു പുരുഷന് മന്മകളെ പ്രതിപാദിക്കണം, വിവാഹം കഴിച്ചു നൽകണം എന്നുള്ളതാണ് പറയുന്നത്. മണ്ണിൽ അല്ലേ, അപ്പോൾ എവിടെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും എല്ലാ ഗുണങ്ങളും നല്ല ഗുണഗണങ്ങളൊക്കെയുള്ള ഒരുത്തന് വേണം തൻ്റെ മകളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കാനും. പിന്നെയോ ജാതി ശ്രേഷ്ഠത മുമ്പിൽ വരേണം, ജാതി ഗുണങ്ങൾ ഇണങ്ങിയിടണം. മാത്രമല്ല ഉയർന്ന ജാതിയിൽ ജനിച്ചവനായിരിക്കണം. പിന്നെയോ ജാതിയുടെ മേന്മ അവനിലുണ്ടാവുകയും വേണം. പിന്നെന്താ പറയുന്നത്? ശില്പവിധങ്ങളിൽ നിപുണത വേണം, കൽപ്പന തങ്കലുറപ്പും വേണം. അപ്പം എങ്ങനെയാണ്? കലാകാരനായിരിക്കണം. പിന്നെയോ കണ്ടാൽ നല്ലൊരു രൂപഗുണം പുനരുണ്ടായി വരിക വിശേഷാവശ്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ആജ്ഞാശക്തിയും ഉണ്ടായിരിക്കണം. ശില്പവിധങ്ങളിൽ നിപുണത വേണം. ഇവിടെ അതേപോലെ നല്ല ആജ്ഞാശക്തി ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടാൽ നല്ലൊരു രൂപഗുണം, കാണാൻ നല്ല രൂപ ആയിരിക്കണം. പിന്നെയോ ധനസമ്പത്തും ഗുണസമ്പത്തും ജനസമ്പത്തും ജയസമ്പത്തും. സുന്ദരനും അതേപോലെ ധനവാനും ഗുണവാനുമായിരിക്കണം ആ ഒരു വ്യക്തി. പിന്നെയോ കനിവേറിയിടിന ശാസ്ത്രജ്ഞാനവും അനുപമം ആയുധ വിദ്യാവിധവും. അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയായിരിക്കണം. പിന്നെയോ വിജയങ്ങൾ കൊയ്തിട്ടുള്ള ചരിത്രവും ഉണ്ടായിരിക്കണം. പിന്നെയോ ശാസ്ത്രത്തിൽ അറിവും അല്ലേ, കനിവേറിയിടിന ശാസ്ത്രജ്ഞാനവും, ശാസ്ത്രത്തിൽ അറിവ് വേണം. പിന്നെയോ ആയുധ വിദ്യാപാഠവും അല്ലേ, ആയുധങ്ങൾ അല്ലേ, ആയുധ വിദ്യാപാഠവും. പിന്നെയോ അനുപമം കനിവ് കാന്തിയും അതിസരസത്വവും ഇനിയും പല ഗുണമുണ്ടായി വരേണം. പിന്നെന്തൊക്കെയാണ് വേണ്ടത്? മനസ്സിൽ ദയയും ശോഭയും സരസതയൊക്കെ ഉണ്ടായിരിക്കണം. കീർത്തികൾ വേണം,
കുശലത വേണം, പൂർത്തികൾ വേണം, പൂജ്യത വേണം. അപ്പോൾ പൂർണ്ണതയുള്ളവനും മറ്റുള്ളവരെ ആർജിക്കുന്നവനും പിന്നെയോ ശത്രുജനത്തെ അമർപ്പാനുള്ളൊരു ശക്തി വിശേഷിച്ചുണ്ടായി വരേണം. ശത്രുക്കളെ അടിച്ചമർത്താനുള്ള കെൽപ്പുമുള്ളവനായിരിക്കണം തൻ്റെ മകൾക്ക് വരുന്ന വരൻ എന്നാണ് ഭീഷ്മക രാജാവ് പറയുന്നത്. ഇനിയോ നാടക കാവ്യപുരാണാദികളിൽ പാടവമവനുണ്ടായി വരേണം. തർക്കവ്യാകരണാദികളിൽ പടു കർക്കശബുദ്ധി വിചാരം വേണം. കവിതകൾ കേൾക്കുന്നേരം തന്നെ ചെവിയുള്ളോർക്കാനന്ദം വേണം. പിന്നെയോ കവിടിക്രിയയിൽ വിദഗ്ധത വേണം. കവിയണമീ വക മറ്റുള്ളവരെ. സംഗീതം പുനരധികം വേണം. ഭംഗിയിലോരോ കുശലത വേണം. വൈദ്യം വേണം, ഗണിതം വേണം. വൈദിക വിധി ബഹുമാനിക്കണം. അപ്പോൾ എന്തെല്ലാം ഗുണഗണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ? നാടകം അല്ലേ? ഇപ്പോൾ നാടകം, കാവ്യം, പുരാണം അതിലൊക്കെ അറിവ് നേടിയിരിക്കണം. പിന്നെയോ തർക്കശാസ്ത്രത്തിലും വ്യാകരണത്തിലും നല്ല അറിവ് വേണം. ഇനി കവിതാ ആലാപനത്തിലും ജ്യോതിശാസ്ത്രത്തിലും സംഗീതത്തിലും വൈദ്യശാസ്ത്രത്തിലും ഗണിതത്തിലും ഒക്കെ പ്രാഗൽഭ്യം നേടിയവനായിരിക്കണം. പിന്നെയോ വൈദിക വിധികളെ ബഹുമാനിക്കുന്നവനും ആകണം. അതാണ് വൈദ്യം വേണം, ഗണിതം വേണം, വൈദിക വിധി ബഹുമാനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെയോ ദേവബ്രാഹ്മണ വിശ്വാസത്തിന് കേവലം അവനൊരു പാത്രത വേണം. രത്നപരീക്ഷ, കനകപരീക്ഷ യത്നം ചെയ്തു വരുത്തിയിടേണം. എന്തിനു പലവിധ മുര ചെയ്യുന്നോ ചിന്തിതമിനിയും പലവിധമുണ്ട്. സകല ഗുണങ്ങളുമുള്ളവനെന്നുടെ മകളെ വിവാഹം ചെയ്വാനുചിതൻ. ഇങ്ങനെയുള്ളവൻ ഈ തലങ്ങളിലെങ്ങാനും പുനരുണ്ടെന്നാകിൽ അവനെ വരുത്തുവിനാദരവോടെ അവനു കൊടുപ്പാൻ മടിയില്ലേതും. അല്ലാതുള്ളവരാരും മകളുടെ കല്യാണത്തിനു യോഗ്യരതല്ല മടിയന്മാരും തടിയന്മാരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ദേവന്മാരെയും അതേപോലെ ബ്രാഹ്മണരെയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ പക്വത പ്രകടിപ്പിക്കണം. പിന്നെയോ രത്നത്തിൻ്റെയും കനകത്തിൻ്റെയും മാറ്റ് പരീക്ഷിക്കാനുള്ള ജ്ഞാനം വേണം. ജ്ഞാനം, അറിവ് വേണം. പിന്നെ എന്തിനേറെ പറയുന്നു, ഇനിയും എന്താണ്? ഗുണങ്ങൾ പലവിധമുണ്ട് എന്നുള്ളതാണ്. അതാണ് ചിന്തിതം ഇനിയും പലവിധമുണ്ട് അല്ലേ? ഇനിയും ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് പലവിധം എൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും എങ്ങനെയാണ്? സകല ഗുണങ്ങളും അല്ലേ, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയാൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് കൂടെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഗുണങ്ങളോടും ഉള്ള ഇങ്ങനെയുള്ളവൻ ഈ തലങ്ങളിൽ എവിടെങ്ങാനും പുനരുണ്ടെന്നാകിൽ, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഈ എല്ലാ ഗുണങ്ങളോടും കൂടിയവൻ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരം ഗുണവിശേഷങ്ങളുള്ളവരുണ്ടെങ്കിൽ അവരെ കൊട്ടാരത്തിലേക്ക് ആദരവോടെ ക്ഷണിച്ചു കൊണ്ടുവരണം എന്ന് പറയുകയാണ് ഭീഷ്മക രാജാവ്. ഇനി ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്തവർക്കാർക്കും ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയുമില്ല എന്നും പറയുന്നുണ്ട്. ഇനി ആർക്കൊക്കെയാണ് അദ്ദേഹം വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. അവർ മടിയന്മാരും തടിയന്മാരും മുടിയന്മാരും കുടിയന്മാരും ജരയന്മാരും ജരണ്ടന്മാരും മുണ്ടന്മാരും മുരണ്ടന്മാരും ചെണ്ടക്കാരും ചെകിടന്മാരും ഷണ്ഠയിടുന്നൊരു ശുണ്ഠിക്കാരും ഷണ്ഠികൾ നല്ല കഷണ്ടിക്കാരും ദുഷ്കവി കെട്ടി നടക്കുന്നവരും ദുസ്സാമർത്ഥ്യക്കാരും പലവക ദുസ്തർക്കം പറയുന്ന ജനങ്ങളും ഏഷണി പറയുന്നവരും ചിലരുടെ ഭീഷണി കാട്ടി വലയ്ക്കുന്നവരും ഭൂഷണവാക്കുകൾ ഘോഷിക്കുന്നൊരു ഭോഷന്മാരും വിഷമന്മാരും ഇങ്ങനെയുള്ളവരാരും മകളുടെ മംഗലകർമ്മം മോഹിക്കണ്ട. ഇനി ആരൊക്കെയാണ് ഈ ഭീഷ്മക രാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യരല്ലാത്തവരെന്നാണ് ഇവിടെ
പറയുന്നത്. മടിയന്മാർ അല്ലേ, അതേപോലെ എല്ലാത്തിനെയും മുടിച്ച് നടക്കുന്നവർ, മദ്യപാനികൾ, അതേപോലെ ജരാനര ബാധിച്ചവർ, ജീർണത ബാധിച്ചവർ, കുള്ളന്മാർ, അതേപോലെ മുരട സ്വഭാവമുള്ളവർ, പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ബധിരന്മാർ, അതുപോലെയോ ദേഷ്യം പിടിച്ച് വഴക്കടിക്കുന്നവർ, കഷണ്ടിയുള്ളവർ, ദുഷിച്ച കവിതകളുണ്ടാക്കി മേനി നടക്കുന്ന ആളുകൾ, ഇവരൊന്നും എന്താണ് എൻ്റെ മകളെ വിവാഹം ചെയ്യാൻ മോഹിക്കേണ്ടതില്ല എന്ന് തന്നെ പറയുകയാണ്. പിന്നെയോ ദുസ്സാമർഥ്യക്കാർ, അവർ വെറുതെ തർക്കിക്കുന്നവരും ഏഷണി പറഞ്ഞു നടക്കുന്നവരും ഒക്കെയാണ്. അതേപോലെ ഭീഷണിപ്പെടുത്തി പാവങ്ങളെ വലയ്ക്കുന്നവരും, അങ്ങനെ ദുഷിച്ച വാക്കുകൾ പറയുന്നവരും മകളെ വിവാഹം ചെയ്യാമെന്ന് മോഹിക്കുകയേ വേണ്ട എന്ന് പറയുകയാണ് ഭീഷ്മക രാജാവ് അല്ലേ. അതാണ് മുടിയന്മാർ, കുടിയന്മാർ, ജരയന്മാർ, ജരണ്ടന്മാർ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ജീർണത ബാധിച്ചവരും മദ്യപാനികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ചെണ്ടക്കാർ, ശണ്ട കൂടുന്നവർ അല്ലേ, മുൻശുണ്ടിയുള്ളവർ, അതേപോലെ എന്താണ് വലിയ കവിതയൊക്കെ എന്ന് പറഞ്ഞ് ദുഷ്കവിത കെട്ടിയിട്ട് വലിയ മേനി നടക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് മഹിമകൾ കാട്ടി നടക്കുന്നവരാരും തന്നെ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ്. ഇനിയോ രുക്മിണി തന്നെ സോദരനാകിയ രുക്മി പറഞ്ഞു പിതാവിനോടപ്പോൾ, കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നുടെ താത, ലക്ഷം മാനുഷർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ, ഉടലതിരമ്യം ഒരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം, മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനതായത് ദോഷം, ചേർച്ചകൾ പലതുണ്ടൊരുവനു കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം, കാഴ്ചക്കാരു ചിരിച്ചു തുടങ്ങും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതെല്ലാം കേട്ട സമയത്ത് രുക്മി തൻ്റെ പിതാവിനോട് പറയുകയാണ് അല്ലേ. അപ്പോൾ അച്ഛൻ്റെ, അതായത് ഭീഷ്മക രാജാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട രുക്മി പറയുകയാണ്, പിതാവേ, കുറ്റം കൂടാതെയുള്ള അല്ലേ, കുറ്റമില്ലാതുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ വളരെ കുറവായിരിക്കും എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ 1,00,000 പേരുടെ കൂട്ടത്തിൽ നമ്മൾ കണക്കുകൾ എടുത്തു നോക്കിയാൽ 1,00,000 ആളുകളുടെ കൂട്ടത്തിൽ അതിൽ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ ലക്ഷണമൊത്ത ആളുകൾ 1-2 പേരുണ്ടായാൽ മതി. അങ്ങനെ സാധാരണ കാണപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ ഒരുത്തൻ എന്താണ്, സുന്ദരനാണ്, പക്ഷെ അവൻ്റെ കാലിൽ എന്താണ്, ഒരു മുടന്തുണ്ട്. ആ സൗന്ദര്യത്തിന് എന്ത് വിലയാണുള്ളത്? കാണാൻ സുന്ദരനാണെങ്കിലും കാലിലൊരു മുടന്തുണ്ടായാൽ ആ സൗന്ദര്യത്തിന് എന്ത് വിലയാണുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇനി വേറൊരു പുരുഷന് സുന്ദരനാണ്, പക്ഷെ അവനെന്താണ്, ഒറ്റക്കണ്ണേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മ. ഇങ്ങനെ പല നല്ല ഗുണങ്ങളുമുള്ള ഒരുവൻ്റെ ദോഷം എന്താണ്, അവന് പൂച്ചക്കണ്ണാണെന്നുള്ളത് മറ്റൊരു ദോഷം. അപ്പം കാണുന്നവന് അത് കണ്ടാൽ ചിരിക്കാനും തുടങ്ങും എന്നുകൂടി പറയുകയാണ്. ഇനിയോ ചേർച്ചയ്ക്കവനും ചിതമല്ലല്ലോ നല്ലൊരു വിദ്വാൻ അവനുടെ വായിൽ, പല്ലുകളൊന്നും കാൺമാനില്ല പല ഗുണമുള്ളൊരു പുരുഷനവൻ്റെ തലമുടിയൊക്കെ നരച്ചു വെളുത്തു, തിലകക്കുറിയും ചൊടിയും കൊള്ളാം തലയിലവനൊരു രോമവുമില്ല, ശാസ്ത്രമശേഷം വശമൊരു പുരുഷന് ഗാത്രം കണ്ടാൽ അയ്യോ വികൃതം, ശ്രോത്രം രണ്ടും വെടിവെച്ചാലൊരു മാത്രം പോലും കേൾപ്പാൻ വയ്യ, വ്യാകരണങ്ങളുടെ വ്യാഖ്യാനങ്ങളും ആകെ തന്നെ മുഖസ്ഥമൊരുത്തന് വാക്കിന് ഫലിതവും ഉണ്ടവനൽപ്പം, കാക്കക്കണ്ണുണ്ടെന്നൊരു ദോഷം. ഇനി എന്തൊക്കെയാണ് പറയുന്നത്? ഇനി പല ഗുണങ്ങളും ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ പ്രത്യേകത, അവൻ്റെ മുടി മുഴുവൻ എന്താണ്, ഒരു നരച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഇനി പണ്ഡിതനാണ് ഒരുവൻ്റെ, പക്ഷെ അവൻ്റെ ന്യൂനത എന്ന് പറയുന്നത് വായിൽ ഒരൊറ്റ പല്ലുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പൊട്ടും ചുണ്ടുമൊക്കെ കൊള്ളാമെങ്കിലും തലയിൽ ഒറ്റ രോമമില്ല എന്നുള്ളത് വേറൊരാളുടെ കുറവായിട്ട് കാണുന്നു.
ഇനി ശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമാണ്. അവനാണെങ്കിലോ ഇനി ചെവിയാകട്ടെ കേൾക്കുക പോലുമില്ല. വെടിവെക്കുന്ന ശബ്ദം പോലും രണ്ട് ചെവിയിലും അവന് എത്തുകയുമില്ല. ഇനി വ്യാകരണങ്ങളുടെ വ്യാഖ്യാനം മുഴുവൻ അറിയുന്നവനാണല്ലേ, ചുണ്ടകത്ത് സൂക്ഷിക്കുന്നവന് ഫലിതബോധവുമുണ്ട്. പക്ഷേ അവൻ്റെ പ്രശ്നം എന്താണ്? അവന് കോങ്കണ്ണാണെന്നുള്ളതാണ് മറ്റൊരു ദോഷം. അങ്ങനെ ഇനിയോ തർക്കശാസ്ത്രത്തിൽ അപാര പാണ്ഡിത്യമുണ്ടെങ്കിലും ഗാത്രം ശരീരം അല്ലേ, ശരീരം കണ്ടാൽ ഒന്നിനും കൊള്ളില്ല, ഒരു വർക്കത്തുമില്ല എന്നുള്ളതാണ്. ഇനി ലക്ഷം ശ്ലോകം കേട്ടാലും പെട്ടെന്ന് ഗ്രഹിക്കുന്ന ഒരുവൻ്റെ കാര്യം കേട്ടാൽ ഞെട്ടലുണ്ടാകും. കാരണം എന്താണ്? അതിൽ നിന്ന് ഒന്നുപോലും വിക്കു കാരണം പറയാൻ വയ്യ എന്നുള്ളതാണ്. അവരെങ്ങനെയും അല്ലേ വിക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുപോലെയാണ് അവരുടെയും അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി തർക്കം പലതും കണ്ടവനൊരുവന് വർക്കത്തില്ല ശരീരം കണ്ടാൽ, മിക്കതുമൊരുവന് ലക്ഷം ശ്ലോകം ഒരിക്കൽ കേട്ടാൽ അങ്ങു ഗ്രഹിക്കാം. വിക്കുകൾ കൊണ്ടത് പറവാൻ വഹിയ സൽക്കഥ വളരെ അറിഞ്ഞൊരു ദേഹം. കാക്ക കംസൻ കീ 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 കൃഷ്ണൻ അല്ലേ, വിക്കി വിക്കി സംസാരിക്കുന്ന ഒരു ശൈലിയാണ്. പൂതനയെന്നാം കഥയിൽ നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നാദി ഒരക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല, പ്രൗഢതയെല്ലാം കണ്ടാൽ തോന്നും. അപ്പോൾ പിന്നെ അതിൽ പറയുന്നത് ഇതൊക്കെയാണ്. നന്നായിട്ട് തർക്കശാസ്ത്രത്തിലൊക്കെ നല്ല കഴിവുണ്ട്. പക്ഷേ അപാര പാണ്ഡിത്യമുണ്ടെങ്കിൽ അവൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ല. ഇനിയോ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കുന്നവനാണ്. പക്ഷെ ഒരുവൻ്റെ കാര്യം കേട്ടാൽ അവന് ഒരു ഞെട്ടലുണ്ടാകും. പിന്നെയോ അതിൽ നിന്ന് ഒരു വാക്കുപോലും വിക്കില്ലാതെ സംസാരിക്കാനും കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയും വരുന്നു. അപ്പോൾ നല്ലൊരു ജാതിയിലാണ് പിറന്നതെങ്കിലും നല്ല രൂപഗുണമുണ്ടെങ്കിലും ആദ്യാക്ഷരം പോലും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരുവൻ്റെ കുറവ്. അതാണ് ആ വസ്തുത. ഇനിയോ കണ്ടാൽ നല്ല പ്രൗഢിയെല്ലാം തോന്നിപ്പിക്കുമെങ്കിലും അവർ വിഡ്ഢിത്തമല്ലാതെ മറ്റൊന്നും പറയുകയുമില്ല. ഇങ്ങനെ ഓരോ ഗുണത്തെക്കുറിച്ചുമാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് എങ്ങനെയാണ് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഭീഷ്മക രാജാവ് പറയുന്നത്. അപ്പോൾ മകളെ വിവാഹം കഴിക്കാൻ വരുന്ന വരന് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.